ഗൗതം അദാനി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ എന്ന് ഇപ്പോൾ പേരുള്ള ഖ്യാതിയുള്ള ആള്, അദ്ദേഹത്തിന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ടൊക്കെ വളരെ ഒരു അഭേദ്യമായ ഒരു കൂട്ടുകെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഉള്ളതാണ്. അപ്പോൾ അത് പരസ്യമാണ്, ഒന്നുമല്ല. കാരണം ഇവർ ഒരുമിച്ച് സഞ്ചരിക്കാറുണ്ട്, യാത്ര ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ പല കരാറുകളിൽ ഒപ്പിടാൻ നേരത്ത് ഇപ്പോൾ ബംഗ്ലാദേശിലൊരു കരാറ്, വൈദ്യുത കരാറ് ഒപ്പിട്ടത് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി അവിടെ സന്ദർശിച്ചപ്പോഴാണ് ഗൗതം അദാനി അവിടെ പോയി ആ കോൺട്രാക്റ്റ് ഒപ്പിടുന്നത്. അതേപോലെ തന്നെ ശ്രീലങ്കയിലെ കരാറ് ഇതൊക്കെ വന്നു. അത് ഇദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രി സന്ദർശിച്ചപ്പോഴാണ് ആ കരാർ ഒപ്പിട്ടതെന്ന് പറയപ്പെടുന്നു. അങ്ങനെ വന്നപ്പോൾ ഇത് ഈ ശ്രീ രാഹുൽ ഗാന്ധി ഇതിനെതിരെ കുറേ നാൾ കൊണ്ട് ആഞ്ഞടിക്കുന്നു. ഒറ്റ ശബ്ദമാണ്. അദ്ദേഹത്തിനോടൊപ്പം ഇതിനെ ഇത്രത്തോളം ക്രിട്ടിസൈസ് ചെയ്ത് പറയാൻ ആരുമില്ല, വേറെ ആരും ഇല്ല. അതുകൊണ്ട് ഒരുപാട് ഉപദ്രവങ്ങളും രാഹുൽ ഗാന്ധിക്ക് ഏൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, ഒരുപാട് ശല്യങ്ങൾ. അത് ഒരുപാട് കേസിലൊക്കെ കുരുങ്ങും, ബുദ്ധിമുട്ട് വരും, അവിടെ ഇവിടെ എല്ലാം കേസ് കൊടുക്കും, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നേക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. അതായത് അമേരിക്കയിൽ ഗൗതം അദാനിക്കെതിരെ അവിടെ കേസ് രജിസ്റ്റർ ചെയ്തേക്കാണ് ഇപ്പോൾ. എന്തിന്? നിക്ഷേപകരെ, അതായത് അമേരിക്കൻ നിക്ഷേപകരെ ഇദ്ദേഹത്തിൻ്റെ സൗരോർജ പദ്ധതിയിലേക്ക്, ആ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്രലോഭിപ്പിച്ചു എന്നുള്ളതാണ്. ആ പ്രലോഭിപ്പിച്ചത് കള്ളമായിട്ട് പ്രലോഭിപ്പിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഏതാണ്ട് ഒരു 26 കോടി രൂപയോളം പലർക്കായിട്ട് കൈക്കൂലി കൊടുത്താണ്, പല ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്താണ് പല കരാറുകളും നേടിയെന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ഇവിടെ അതിനകത്ത് വന്നപ്പോൾ പേരെടുത്ത് പറഞ്ഞേക്കുന്നതൊക്കെ ആളുകളെന്ന് പറഞ്ഞാൽ ജഗ്മോഹൻ റെഡ്ഡി, ഈ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഇതുപോലെ അവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് ഈ പ്ലാന്റിലുള്ള ഇലക്ട്രിസിറ്റി വാങ്ങിപ്പിക്കണം എന്നുള്ള ഒരു താല്പര്യം അദാനിക്കുണ്ടായി. കാരണം ഇത് വിൽക്കണമല്ലോ, ഒരു 200 കോടി രൂപ അതിൽ നിന്ന് സമ്പാദിച്ചെടുക്കാം എന്നുള്ളതാണ്. മനുഷ്യൻ ഈ പണമെന്ന് പറയുന്നത് അതിൻ്റെ മുമ്പിൽ കണ്ണഞ്ചി പോകും എപ്പോഴായാലും ശരി, ഒരിക്കലും ഒരു വ്യത്യാസം ആ കാര്യത്തില്ല. ഉടനെ നോക്കിയപ്പോൾ അങ്ങനെ അത് എഴുതണം, ശരി, അപ്പം ആ കരാർ വേണം, അപ്പോൾ കൊടുക്കുകയല്ല. അവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡ് അത് റിജക്റ്റ് ചെയ്തു. കാരണം ഈ വിലയ്ക്ക് വാങ്ങാൻ പറ്റത്തില്ല, കാരണം ഒരിക്കലും ഒരു സംസ്ഥാനത്തിന് ഇത് വാങ്ങാൻ പറ്റുന്ന ഒരു നിലയിലുള്ളതല്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നേരെ ഗൗതം അദാനി ജഗ്മോഹൻ റെഡ്ഡിയെ കാണുന്നു. കണ്ടു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഒരു വ്യതിയാനം ഉണ്ടാകുന്നു. ഇതേപോലെ എത്രയോ ജിഗാ വാട്ടാണ് അത് ആന്ധ്ര സംസ്ഥാനത്തിന് വാങ്ങാനായിട്ട് തീരുമാനമെടുക്കുന്നു, വാങ്ങി. അതേപോലുള്ള കച്ചവടങ്ങൾ മറ്റ് പല സംസ്ഥാനങ്ങളിലും, തമിഴ്നാട് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പം മനസ്സിലായിക്കൊള്ളണം. അപ്പോൾ ഈ അഴിമതിയുടെ വ്യാപ്തി എത്ര ഉണ്ടെന്ന് ഉള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് ഊഹിച്ചാൽ മതി. ഒരുപാടിടത്ത് നടക്കുന്നു. പിന്നെ ഇതുപോലെ തന്നെ ഒരു കൽക്കരിയുടെ ഇമ്പോർട്ടിനകത്ത് തന്നെ വലിയ പ്രശ്നം വന്നു. അവസാനം ആ ഒരു കമ്പനി എന്ന് പറയുന്നത് അദാനിയുടെ ഗ്രൂപ്പ് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ ഇന്ത്യയിൽ അത് ഇമ്പോർട്ട് ചെയ്യാൻ ഒരു പ്രശ്നമില്ല, ആ രീതിയിലേക്ക് വന്നു. അങ്ങനെ ഒരുപാട് വഴിവിട്ട സഹായങ്ങൾ പല ബിസിനസ്സുകാർക്കും കിട്ടും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ അദാനിക്ക് കിട്ടിയേക്കുന്നത് പോലുള്ള വഴിവിട്ട സഹായങ്ങൾ വേറെ ആർക്കും ഒരുപാട് കിട്ടിയിട്ടില്ല. ഇവിടെ തന്നെ നമ്മുടെ കേരളത്തിലെ വളരെ സുപ്രധാനമായ ഒരു എയർപോർട്ട്, തിരുവനന്തപുരം എയർപോർട്ട്, അദാനിക്ക് കിട്ടി. അതിൻ്റെ പിന്നാമ്പുറ കളികളാണ്. അതായത് കേരള ഗവൺമെൻറ്റിന് വേണ്ടി, സംസ്ഥാനത്തിന് വേണ്ടി കേസ് നടത്തിയത് ആരാണെന്നറിയാമോ? അത് അദാനിയുടെ അനന്തരവളാണ് അപ്പീർ ചെയ്തത്. അപ്പം നമുക്ക് ഇതിൻ്റെ വ്യാപ്തി മനസ്സിലായല്ലോ. അതൊന്നും നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും വേറെ മന്ത്രിമാർക്കൊന്നും ഇത് അറിഞ്ഞുകൂടാ കേട്ടോ. ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ. ഇത് എല്ലാം സ്റ്റേജ് മാനേജ്ഡാണ്, മുഴുവൻ പണം കൊടുത്ത് എന്ത് ചെയ്യാം. പക്ഷേ അമേരിക്കൻ ഗവൺമെൻറ് അവർ കാര്യമായിട്ട് അത് എടുത്തേക്കുന്നത് ഇപ്പോൾ. അതുപോലെ അവിടുത്തെ എക്സ്ചേഞ്ച് പോലും, അതായത് അവരുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച്, അവർ പോലും കേസെടുത്തേക്കാണ്. അവരും അദാനിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചേക്കാണ്. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ട്. ഒരൊറ്റ ദിവസം കൊണ്ട് 22% നേരെ അദാനിയുടെ എല്ലാം കൂടെ ഇടിഞ്ഞ് താന്നത്. അത് പോവും. കാരണം ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴായാലും ശരി, ഇതുപോലെ അഴിമതി നടത്തുന്നവർ വിചാരിക്കണം ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്. ഇതിപ്പോൾ പോയേക്കുന്ന ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയാമോ? ഇത് ആർക്കാണ് ഇതിൻ്റെ ആക്ഷേപം? നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ചിന്തിക്കണം. ഇത് ആർക്കാണ് ആക്ഷേപം? ഒരു ഇന്ത്യൻ കമ്പനിക്കെതിരെയായി വന്നേക്കുന്നത്. അമേരിക്കൻ നിക്ഷേപകരെ വഞ്ചിച്ചു എന്നുള്ള രീതിയിൽ കേസ് വന്നു. കേസ് വന്നാൽ ഇന്ത്യയിലും ഈ കേസ് വരും. അതാണ് ഈ പ്രശ്നം. ഇതുപോലെ തെറ്റിദ്ധാരണ വളർത്തി കൈക്കൂലി കൊടുത്തു വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ അഴിമതി ആരോപണം വരുമ്പോൾ
അത് രാഹുൽ ഗാന്ധി പുറത്തു പറഞ്ഞു എന്നുള്ള ഒരു കാരണം കൊണ്ട് അത് എടുക്കത്തില്ല എന്ന് പറയാൻ പറ്റും. രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത്, രാഹുൽ ഗാന്ധി പറയുന്ന എല്ലാം കുഴപ്പമാണ് എന്നുള്ള രീതിയിൽ ഒരു കാര്യം എടുത്താൽ മതിയോ? ഇത് അന്വേഷിക്കേണ്ട. ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യ ഗവൺമെന്റിന് തന്നെ, നമ്മുടെ രാജ്യത്തിന് തന്നെ എന്ത് നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ് ഇതെന്ന് നോക്കിക്കോളൂ. ഇപ്പൊ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വരുന്നു. ആ വരുന്നത് കൊണ്ട് അദാനി തന്നെ ഒരുപാട് പൂഴ്ത്തിയൊക്കെ ചെയ്തു. ട്രംപിനെ വലിയ കാര്യമാണ്, വലിയ കുടമഴ നെല്ല ഭയങ്കര വലിയ കാര്യമായിട്ടെല്ലാം പറഞ്ഞു കൊടുത്തു. പക്ഷേ അവിടെ അവർ വരുമ്പോൾ അവരുടെ രാജ്യത്തിന്റെ, അവരുടെ പൗരന്മാരുടെ പ്രൊട്ടക്ഷൻ അവർ നോക്കും. അപ്പൊ അവിടെ നോക്കിയപ്പോൾ ആ US ഗവൺമെന്റ് ഈ രീതിയിലുള്ള ഇവർ കേസെടുത്തേക്കാണ്. അതങ്ങനെ തേച്ചു മാച്ച് കളയാനും നോക്കത്തില്ല. അവിടുത്തെ ജുഡീഷ്യൽ സംവിധാനം എന്നൊക്കെ പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. എളുപ്പമൊന്നുമല്ല അതിൽ നിന്നൊക്കെ ഊരിപ്പോവാൻ, ബുദ്ധിമുട്ടാണ്. അവർ അത് നടപടിയെടുത്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് വരും. അത് അന്വേഷണം നടക്കട്ടെ. ഇങ്ങനെ കൊടുത്തു, കൈക്കൂലി കൊടുത്തു. ഇതുപോലെ ഇത് നിക്ഷേപകരെ വഞ്ചിച്ചതാണ്. കാരണം ഈ കൈക്കൂലി കൊടുത്ത വിവരം, സ്വാധീനിച്ച വിവരവും നിക്ഷേപകരെ അറിയിക്കാതാണ് നിക്ഷേപങ്ങൾ ക്യാൻവാസ് ചെയ്തേക്കുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ക്യാൻവാസ് ചെയ്തേക്കുന്നത്. ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, കോടികളാണ് മറിയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ ആ ഇൻവെസ്റ്റേഴ്സിനെ എല്ലാം വഞ്ചിച്ചു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് US ഗവൺമെന്റ് എടുത്തേക്കുന്നത്. അവിടുത്തെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് സമിതി എടുത്തേക്കുന്നത് അതാണ്. അതിനെ നമുക്കൊരിക്കലും നമുക്കിപ്പോൾ കുറ്റമാണെന്ന് പറയാൻ കാണത്തില്ല. കാരണം ഇതുപോലെ സ്വാധീനം വഴി ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ വലിയ പ്രശ്നമാണ്. ഈ സൗരോർജ്ജ പദ്ധതി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തിനു പോയി കൈയിടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. കാരണം കോടികൾ എത്ര പറഞ്ഞാലും ഇപ്പോൾ ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ 10 ലക്ഷം കോടിയോ ഏതാണ്ട് ആയിരുന്നല്ലോ, ഏതാണ്ട് അതിസമ്പന്നരുടെ പട്ടികയിലേക്ക് അദ്ദേഹം കടന്നു കയറി. പക്ഷേ ഇപ്പോൾ അത് നേരെ പകുതിയായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മാധ്യമങ്ങളിലെ റിപ്പോർട്ട് കാണുന്ന അതാണ്. അപ്പോൾ ഇത് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്ന കാര്യങ്ങൾ അത് ആര് പറഞ്ഞെന്നുള്ളതല്ല, അതെന്താണ് പറഞ്ഞതെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അത് ഒരാൾ പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം. ആ പറഞ്ഞത് എന്താണ്, അതെന്തെങ്കിലും റീസണിങ് ഉള്ള കാര്യമാണോ എന്നുള്ളത് നോക്കണം. റീസണിങ് ഉള്ളതാണെങ്കിൽ അത് ഏറ്റെടുക്കണം, അതാ വേണ്ടത്. അതിന് പകരം അല്ലാതെ രാഹുൽ ഗാന്ധി പറഞ്ഞു അതുകൊണ്ട് കുഴപ്പമാണ് എന്ത് പറഞ്ഞ് ഏറ്റെടുക്കരുത്. ഇതുപോലെ BJP അദാനിയെ വെള്ളം പൂശാനായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. സാംപിത്ര അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ കണ്ടു, ഒരു കുഴപ്പമുള്ളതല്ല, ഇങ്ങനെയാണ് അതാണ്, എല്ലാം വളരെ ശുദ്ധമായ ഇതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ വെള്ളത്തിലാവും. ഉള്ള കാര്യം ഞാൻ പറയാം. കാരണം ഇതിൻ്റെ അന്വേഷണമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അത് വല്ലാത്തൊരു ദിശയിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ പിന്നെ അതേപോലെ തന്നെയാണ് അദ്ദേഹം രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഉള്ളതാണോ സത്യമാണോ എന്ന് എനിക്കറിയില്ല. പണ്ട് അദാനിയുടെ വിമാനമാണ് നമ്മുടെ പ്രധാനമന്ത്രി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വിമാനമാണ് അദാനി ഉപയോഗിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഉള്ളതാണോ എന്ന് ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ ഉള്ളതാണെങ്കിൽ അവസാനം ഈ ആരോപണങ്ങൾ വരുമ്പോൾ കൂട്ടുകെട്ടുകൾ സൂക്ഷിക്കണം ഒരുപാട്. അതായത് നമ്മുടെ പ്രധാനമന്ത്രി ആയാലും നമ്മുടെ മുഖ്യമന്ത്രിമാരായാലും ഒക്കെ ഈ കൂട്ടുകെട്ടുകൾ വളരെ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ വലിയ അപകടങ്ങളുണ്ടാവും. നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ കൂട്ടുകെട്ടുകളുടെ ദോഷം കൊണ്ട് ഒരുപാട് പേരുടെ അധികാരം പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതേപോലാണ് ഈ കൂട്ടുകെട്ടുകൾ എന്നൊക്കെ പറയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നു എന്നുള്ളതല്ലാതെ ഒരു ജനത്തിന് വേണ്ടി ഇടപെടുന്നു എന്നുള്ള ഒരു ഇടപാടാകരുത്. ഇൻഡിവിജ്വലിന് ഒരു പ്രസക്തിയില്ല നമ്മുടെ രാജ്യത്ത്. കളക്റ്റീവ് ഇലക്ടറേറ്റാണ് ഇവിടുത്തെ പരമാധികാരികൾ. അവർക്ക് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അല്ലാതെ ഒരു വ്യക്തിക്ക്, അംബാനിക്കോ അദാനിക്കോ മാത്രമല്ല ചെയ്യേണ്ടത്. അവരുടെ കയ്യിൽ മാത്രമല്ല ഇന്ത്യയുടെ സമ്പത്ത് പോകേണ്ടത് എന്നൊരു കാഴ്ചപ്പാട് ഉണ്ടാകണം.